ഒരു സഹോദരനെ, ഏറ്റവും ഇളയ സഹോദരനെയാണ് ഏറ്റവും ക്രൂരമായി കൊന്നിരിക്കുന്നത്. പക്ഷെ നാട്ടുകാർ കാണുന്നത് എന്നും സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന ജ്യേഷ്ഠനെയാണ്. ഈ കുട്ടിക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ട് കൊടുക്കുന്ന ഒരു ജ്യേഷ്ഠനെയാണ്. പക്ഷേ പിന്നീട് കേൾക്കുന്നത് ഏറ്റവും ക്രൂരമായി കൊല ചെയ്തതും ഈ അനിയനെയാണ് എന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുക? ഇത് ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു രീതിയായിട്ടാണോ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്? അതല്ലെങ്കിൽ ഈ ലഹരിയുടെ ഉപയോഗമാണോ? ലഹരി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, അങ്ങനെയൊന്നും ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് ഇത് ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സാധാരണഗതിയിൽ പല കാരണങ്ങൾ കൊണ്ടാവാം. പല കാരണങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത് അതിന്റെ ഒരു സാധ്യത കൂടി വന്ന് അങ്ങനെയാണ് ഒരു ക്രൈം ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ട്, ലഹരി ഉപയോഗം തന്നെ എടുത്താലും നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്രിമിനാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട ആള് തെരുവിലിറങ്ങി റോഡിലിറങ്ങി ഗുണ്ടായിസം കാണിക്കുമെന്ന്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല. അവർക്ക് കംഫർട്ട് സോൺ ഉള്ളിടത്ത് അവർ വളരെ മാന്യമായിട്ടും മര്യാദയായിട്ടുമായിരിക്കും പെരുമാറുന്നത്. അതിപ്പോൾ അനിയന്റെ അടുത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വീട്ടിലാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അവർ ആ മാന്യത പുലർത്താനും അവർ മിടുക്കരാണ്. പക്ഷേ അവർക്കൊരു പ്രതികൂല സാഹചര്യം വരുമ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള ഈ ക്രിമിനാലിറ്റി പുറത്തേക്ക് വരുന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ ലഹരി ഒരു മേമ്പൊടിയാണോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ആണ്. കാരണം നമുക്കിപ്പോൾ ഒരാളോട് വൈരാഗ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ പണം ചോദിച്ചു തന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചോദിച്ചു തന്നില്ല. ഇപ്പോഴത്തെ യുവതലമുറയുടെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ പോലും നോ കേൾക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല, അവരെ കൊണ്ട് സാധ്യമല്ല. ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിലും കഞ്ചാവാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു മനുഷ്യൻ അത് ഉപയോഗിക്കുമ്പോൾ ഈ കൺട്രോള്, നമ്മുടെ തലച്ചോറ് നൽകുന്ന ഈ ബ്രേക്ക് അത് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ചെറിയ പകയാണെങ്കിലും ചെറിയ വിദ്വേഷമാണെങ്കിലും നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന എന്ത് ചെറിയ കാര്യമാണെങ്കിലും അത് സ്വയമായിട്ട് നിയന്ത്രിക്കാൻ കഴിയാതെ അവരോടുള്ള പകയായിട്ട് അത് വർദ്ധിക്കുന്നു. അത് ആ ഒരു ഇൻഹിബിഷൻ, അതായത് എന്തെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം തന്നെ ആകണമെന്നില്ല, ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ എന്തും നമുക്ക് സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്ത് പ്രവൃത്തിയുമാണെങ്കിലും അതിൽ നിന്നും നിരുത്സാഹപ്പെടുത്തുന്ന, പുറകോട്ട് വലിക്കുന്ന ഒരു പ്രക്രിയ നഷ്ടപ്പെടുന്നു, ആ ഇൻഹിബിഷൻ നഷ്ടപ്പെടുന്നു. അതിന്റെ ആ ഒരു ത്വരയിൽ മുന്നോട്ട് പോകാൻ പ്രത്യാഘാതങ്ങൾ ആലോചിക്കാതെ എടുത്ത് ചാടാനായിട്ട് നല്ലൊരു വളക്കൂറുള്ള മണ്ണായി ഈ ലഹരി മാറുന്നു. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. കാരണം ഏത് ലഹരി ഉപയോഗിച്ചാലും ആ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഡിപ്രഷൻ പിന്നീടാണ് വരുന്നത്. തുടക്കത്തിൽ വളരെ ഉത്സാഹമായിരിക്കും, ആത്മവിശ്വാസം വളരെ കൂടുതലായിരിക്കും, എന്തും ചെയ്യാനുള്ള ഒരു ത്വരയും എന്തും ചെയ്യാനുള്ള ബുദ്ധിസാമർഥ്യവും ഒക്കെ തുടക്കത്തിൽ ഉണ്ടാകുന്നു. അതാണല്ലോ ലഹരിയുടെ ഒരു സവിശേഷതയായി ആൾക്കാർ കാണുന്നതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നതോ ഉള്ള ഒരു രീതി. അപ്പോൾ അതും കൂടെ ചെന്ന് കഴിയുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. പിന്നെ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൺ അമോക്ക് എന്ന് പറഞ്ഞുള്ള ഒരു കണ്ടീഷനുണ്ട്. അത് പണ്ട് കൾച്ചർ ബൗണ്ട് സിൻഡ്രോമായിട്ട് കരുതിയിരുന്ന ഒരു കാര്യമാണ്. അതായത് ചില കൾച്ചറിൽ മാത്രം ഉണ്ടാകുന്ന, പ്രത്യേകിച്ചും പിന്നോക്ക അവസ്ഥയിലുള്ള കൾച്ചർ, ഇപ്പോൾ മലേഷ്യ അല്ലെങ്കിൽ ഫിലിപ്പൈൻസ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ വളരെയധികം സമാനതകൾ നമുക്ക് തോന്നിയേക്കാം. ഉദാഹരണത്തിന് ഒരു 7-8 കേസ് റിപ്പോർട്ട്സ് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിന്റെ ഒരു അവൈലബിലിറ്റി ഉണ്ട്. അത് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു കാരണത്തിന് ഒരു വെഞ്ചൻസ് വരാം, അല്ലെങ്കിൽ ഒരു നഷ്ടബോധം വരാം, അല്ലെങ്കിൽ ഒരു പക വരാം, പ്രതികാരം വരാം, സംശയം വരാം. അപ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ആ ആളിനെ കൊല്ലുന്നു. ആ കൊല്ലുന്ന വഴിക്ക് ആ ചുറ്റുവട്ടത്തുള്ള സകലരെയും കൊല്ലുന്നു. അവസാനം ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് പോകുന്നു. ഒരു പക്ഷേ ആ ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും അവര് സർവൈവ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ ശേഷം വീട്ടിൽ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോഴായിരിക്കും ബാക്കി വീട്ടുകാരൊക്കെ മരിച്ചു കിടക്കുന്നതും അല്ലെങ്കിൽ ബാക്കി ചുറ്റുവട്ടമുള്ളവർ മരിച്ചു കിടക്കുന്നതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ആ ഒരു തലത്തിൽ നോക്കുമ്പോൾ വളരെയധികം സമാനതകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ മോഡേൺ സൈക്യാട്രി അത് കൾച്ചർ ബൗണ്ട് സിൻഡ്രോമായിട്ട് കണക്കാക്കുന്നേ ഇല്ല. അത് ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ, 1. 2 ലഹരി ഉപയോഗമുണ്ടോ, 3 വ്യക്തിത്വ വൈകല്യങ്ങളുണ്ടോ, ഈ പറഞ്ഞ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയോ ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുരുതര മനോരോഗം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു സൈക്കോസിസ് ആകാം അല്ലെങ്കിൽ മൂഡ് ഡിസോർഡർ ആകാം, എന്ത് തന്നെയാണെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഫലമായിട്ട് ഇതിലൊക്കെയും മുഴച്ചു നിൽക്കുന്നത് 2 കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പേഴ്സണാലിറ്റി പാറ്റേണും അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗവും. അപ്പോൾ വളരെയധികം സമാനത നമുക്ക് തോന്നാം. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ പ്ലാനിങ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കുട്ടിയെ വിളിച്ച് വീട്ടിൽ വരുത്തി ഒരുപക്ഷെ ഈ വെഞ്ചൻസ് അല്ലെങ്കിൽ പക
ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ വ്യക്തികളോട് അത് തിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെ ഒപ്പം നിന്ന് ബാക്കിയുള്ളവരെയും കൂടെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ നിരപരാധികളായ ആൾക്കാരെ ആക്രമിക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ ഈ ഒരു പ്രത്യേക ഈ കേസിൽ നമ്മൾ കാണുന്നത്. അടുത്തൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, പലപ്പോഴും ഇങ്ങനെയുള്ളവർ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കൂട്ടുകാരോട് ചോദിച്ചാലോ അല്ലെങ്കിൽ അയൽപ്പക്കത്തുകാരോട് ചോദിച്ചാലോ അവർക്കൊക്കെ ഒരു ക്ലീൻ ഇമേജ് ആയിരിക്കും. പക്ഷെ അതിന്റെ അർത്ഥം അവർക്ക് ഇത്തരം പ്രശ്നങ്ങളില്ല എന്നല്ല. വീട്ടിലുള്ളവർക്കായിരിക്കും ഏകദേശം ഇതിന്റെ ശരിയായിട്ടുള്ള രീതി മനസ്സിലാകുന്നത്. സാധാരണഗതിയിൽ ഒരു സുപ്രഭാതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ഒരിക്കലും വരാനും സാധ്യതയില്ല. എന്തെങ്കിലുമൊക്കെ സൂചനകൾ അവരിതിനു മുൻപ് പലപ്പോഴും കാണിച്ചിട്ടുണ്ടാകണം. ഇതിന്റെ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫോൺ തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയത്. അതൊരു സൂചനയായിരുന്നു. പക്ഷെ ആ സൂചന അല്ലെങ്കിൽ അത് ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കേണ്ടവർ ആ സൂചന അവരുടെ ശ്രദ്ധയിൽ പെടാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള ഗൗരവം കൊടുക്കാതിരിക്കുകയോ ചെയ്ത ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അതുപോലെ തന്നെ പല തരത്തിലുള്ള സ്വഭാവ വ്യതിയാനങ്ങൾ ഇവർ ഇതിനു മുൻപേ കാണിച്ചിട്ടുണ്ടാകാം. അതൊക്കെ നമ്മൾ ആ കുടുംബാംഗങ്ങളോട് കൂടുതലായി ചോദിച്ചെങ്കിൽ മാത്രമേ അതിനൊക്കെ എത്രമാത്രം റോൾ ഉണ്ടെന്നും കൂടെ നമുക്ക് തീർച്ചയായും അതിനി പറയാൻ ഷെമി മാത്രമേ ബാക്കിയുള്ളൂ. ഉമ്മയുടെ ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെട്ടു എന്നറിയുന്നു. അവർക്കിതൊക്കെ പറയാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.